മൊബൈൽ ഫോണുകൾ ഇന്ന് വളരെ സർവ്വസാധാരണമാണ്. ഏതാണ്ട് 2.5 ബില്യൺ മൊബൈൽ ഫോണുകളാണ് നമുക്ക് ഉള്ളത്. ഒരു വീട്ടിൽ ചുരുങ്ങിയത് ഒരു മൊബൈൽ ഫോണെങ്കിലും ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരാൾക്ക് ഒന്നിലധികം മൊബൈൽ ഫോൺ എന്തായാലും ഉള്ള ഒരു ലോകത്തേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വീട്ടിൽ ഒരാൾക്ക് ഒരു മൊബൈൽ ഫോൺ എന്ന നിലയിൽ വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന, അത് കാലാകാലങ്ങളിൽ പുതിയ പുതിയ സിസ്റ്റം അപ്ഡേറ്റുകൾ വരുന്നതിനനുസരിച്ച് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ വലിയൊരു വിപുലമായ തൊഴിൽ സാധ്യത നമുക്കിവിടെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ചെറിയൊരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിലൂടെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖലയാണ് മൊബൈൽ ഫോൺ സർവീസ് ടെക്നീഷ്യൻ എന്ന ഒരു ഷോർട്ട് ടേം കോഴ്സ്. മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് അസംബിൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ തൊഴിൽ സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ആഫ്റ്റർ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം തൊഴിൽ സാധ്യത, അവിടെയാണ് കൂടുതൽ അവസരങ്ങൾ നമുക്കുള്ളത്. അപ്പോൾ ഈ ആഫ്റ്റർ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ മൊബൈൽ ഫോണിൻ്റെ കംപ്ലൈൻറ്റുകൾ മുഴുവൻ ഡീൽ ചെയ്യുക. അപ്പോൾ ഈ കംപ്ലൈൻറ്റുകളുമായിട്ട് വരുന്ന ഒരു കസ്റ്റമറെ ഡീൽ ചെയ്യുന്നത് മുതൽ, ആ കംപ്ലൈൻറ്റ് രജിസ്ട്രേഷൻ മുതൽ അത് സർവീസ് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്ത് അത് ഡെലിവറി ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സിങ്ങിൻ്റെ ഇടയിലുള്ള തൊഴിൽ മേഖലയാണ് യഥാർത്ഥത്തിൽ സർവീസ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന മേഖല. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് മൊബൈൽ ഫോണിന് ഒന്ന് സോഫ്റ്റ്വെയർ ഉണ്ട്, ഹാർഡ്വെയർ ഉണ്ട്. ഈ രണ്ട് മേഖലകളാണ് പ്രധാനമായിട്ടും അവിടെ വരിക. GSM-ഉമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജികൾ, അതുപോലെ തന്നെ ചാർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീനും സൗണ്ടും ക്യാമറയും ഒക്കെയായി ബന്ധപ്പെട്ട മേഖലകൾ. ഇതെല്ലാമാണ് പ്രധാനമായിട്ടും ഇവിടെ ഒരു റിപ്പയറിംഗ് എന്ന് പറയുന്ന മേഖലയിൽ, സർവീസിംഗ് എന്ന് പറയുന്ന മേഖലയിൽ പരിഗണിക്കപ്പെടുക. അതിലാദ്യം വരുന്നത് യഥാർത്ഥത്തിൽ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റിൻ്റെ മേഖലകളെ നമുക്ക് പ്രധാനമായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതിൽ ആദ്യത്തെ മേഖല എന്ന് പറയുന്നത് അപ്ഡേഷനാണ്. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ, ഹാർഡ്വെയർ അപ്ഡേഷൻ, ഇങ്ങനെയുള്ള അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളാണ് ആദ്യം വരിക. രണ്ടാമത് വരുന്ന മേഖല എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ സ്ക്രീൻ തകരാറിലാകാം, ഡിസ്പ്ലേ പോകാം, പൊട്ടാം. അതുപോലെ തന്നെ അതിൻ്റെ ഇന്നറായിട്ടുള്ള പാർട്ടിൽ ഹാർഡ്വെയറിൽ എവിടെയെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടാകാം, ഫംഗസ് ഉണ്ടാകാം, വെള്ളം കയറിയിട്ടുണ്ടാകുന്ന ഡാമേജുകൾ ഉണ്ടാകാം, ഇലക്ട്രിക്കൽ പാർട്ടുകളിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഉണ്ടാകാം, സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട സ്പീക്കർ കംപ്ലൈൻറ്റുകൾ ഉണ്ടാകാം, ക്യാമറ റീപ്ലേസിങ്ങും LCD സ്ക്രീനിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന നിരവധിയായിട്ടുള്ള പ്രോബ്ലംസാണ്. ഇത് റെക്ടിഫൈ ചെയ്യുന്ന മേഖലയാണ് രണ്ടാമത് പ്രതിപാദിക്കപ്പെടുന്ന മേഖല. മൂന്നാമത് വരുന്നത് ചാർജിങ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ പാർട്ടുകളാണ്. ഫോണിനകത്തുള്ള ചാർജിങ് പോർട്ടുണ്ട്, ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ചാർജിങ് പോർട്ടുകളുണ്ട്, അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഇൻപുട്ട് ചെയ്യുന്ന ചാർജിങ് ഡിവൈസുകളുമുണ്ട്. ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ് മൂന്നാമത്തെ മേഖല. ഇതിലേത് മേഖലകളിലാണ് നമുക്ക് വരുന്നത്, സർവീസ് വരുന്നതെന്നുള്ളതാണ് ഇവിടെ പരിഗണിക്കപ്പെടുക. രണ്ടാമത് വരുന്നത് ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, ഒരു ഇൻഡസ്ട്രിയിൽ ഇതിൻ്റെ അസംബ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ് രണ്ടാമത് വരുന്ന ഒരു മേഖല. അവിടെ നമുക്ക് ഈ പറയുന്ന മേഖലകളിലൊക്കെ ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഫോണിൻ്റെ പാർട്സ് നമ്മുടെ കയ്യിലേക്ക് തന്നു കഴിഞ്ഞാൽ അത് അസംബിൾ ചെയ്ത് ഒരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് പുറത്തിറക്കിയാൽ മാത്രം പോരാ, ഇതിൻ്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യണം, ചെക്ക് ചെയ്യണം. ആ ഒരു മേഖല, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള തൊഴിൽ മേഖലകൾ. ഒരു വർക്കിൻ്റെ മേഖലയിൽ ഒരിത്തിരി എത്തിക്സ് വേണ്ട, ഇത്തിരി ഒരു പ്രൊഫഷണലിസം വേണ്ട, കൃത്യനിഷ്ഠ വേണ്ട ഒരു മേഖല കൂടിയാണ് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം മറ്റൊരാളുടെ ഒരു പ്രൈവസിയാണ് യഥാർത്ഥത്തിൽ ഒരു മൊബൈൽ ഫോണിൻ്റെ രൂപത്തിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടുക. അപ്പോൾ ആ പ്രൈവസിയെ മാനിക്കാനും ആ പ്രൈവസിയെ പ്രോപ്പറായിട്ട് മാനിച്ചുകൊണ്ട് സർവീസ് ചെയ്ത് കൊടുക്കാനുമുള്ള ഒരു എത്തിക്സ് പലപ്പോഴും അപൂർവം ചില ആൾക്കാരിൽ കാണാത്തൊരു സാഹചര്യം നമുക്ക് ഈ തൊഴിൽ മേഖലയെ കാണാൻ പറ്റും. അത് ഇവിടെ മാത്രമല്ല, ഏത് തൊഴിൽ മേഖല എടുത്താലും ഇത്തരത്തിലൊരു എത്തിക്സിൻ്റെ പ്രാധാന്യം നമ്മളുടെ തൊഴിൽ മേഖലയിൽ യുവാക്കൾ വളരെയധികം പ്രാധാന്യം കൊടുക്കണം. കാരണം അബ്രോഡൊക്കെ പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ എത്തിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് പ്രോഡക്റ്റിൻ്റെ സർവീസിങ് മാത്രമല്ല, ആ പ്രോപ്പറായിട്ട് ഈ സാധനം സർവീസ് ചെയ്ത് കിട്ടുന്നതിനൊപ്പം അവർ അത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില നിലവാരമുണ്ട്. ആ നിലവാരം അത് പെരുമാറ്റത്തിലാകാം, അതുപോലെ തന്നെ പ്രൈവസി പോളിസികളിലാകാം. ഇതെല്ലാം വർക്ക് ചെയ്യുന്ന മേഖലകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫോണിലുള്ള ചിത്രങ്ങൾ, അതിലുള്ള ഡാറ്റകൾ, ഈ ഡാറ്റയൊക്കെ വളരെ പ്രോപ്പറായിട്ട്
സെക്യൂറായിട്ട് പുറത്തേക്ക് പോകാതെ കസ്റ്റമറിൻ്റെ കയ്യിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന തരത്തിൽ, അതിൽ നമുക്ക് യാതൊരു റോളുമില്ല, അല്ലെങ്കിൽ അതിൽ നമ്മൾ ആയിട്ട് യാതൊരു തരത്തിലും ബാധിക്കുന്നൊരു കാര്യമല്ല എന്ന ബോധത്തോടെ അത് നമ്മളിലേക്ക് എത്താതെ അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് എത്താതെ കൃത്യമായിട്ട് കസ്റ്റമറുടെ പ്രൈവസി കീപ്പ് ചെയ്യുന്ന ഒരു എത്തിക്സ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ടൂളുകളുണ്ട്. സ്ക്രൂ ഡ്രൈവർ മുതൽ മാഗ്നറ്റിക് ഡിവൈസുകൾ വരെ നമ്മൾ സർവീസിംഗ് മേഖലയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം മേഖലകളെക്കുറിച്ചുള്ള ഈ ടൂൾസിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ കരിക്കുലത്തിൻ്റെ ഭാഗമാണ്. അതുകൂടാതെ സ്പെയർ പാർട്സുകളെക്കുറിച്ചുള്ള ധാരണ, അതിൻ്റെ ബോർഡുമായി ബന്ധപ്പെട്ട പാനലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള വ്യക്തമായ ധാരണ, ഈ വക കാര്യങ്ങളും ഇവിടെ പരിഗണിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അങ്ങനെ മൊബൈൽ ഫോൺ ടെക്നോളജി എന്ന് പറയുന്നൊരു കോഴ്സ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇത് സൗജന്യമായിട്ട് പഠിക്കാൻ അവസരമുണ്ട്, നമുക്ക് പണം കൊടുത്തു പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ഇതിൻ്റെ എൻജിനീയറിംഗ് ബ്രാഞ്ച് വേറെയുണ്ട്. അത് ബിടെക് ഒക്കെ എടുത്തു പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് 4 വർഷ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഉന്നത പഠന മേഖലകൾ നമുക്ക് ഓൾറെഡി ഉണ്ട്. അത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ടെലികമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സാധ്യതകൾ ഏറെയാണ് ഇവിടെ. ദെൻ ഇവിടെ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ കേരളത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച സാധ്യതകളിൽ ഒന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആരംഭിച്ചിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകളാണ്. സ്കൂളുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഇവിടെ 23 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് ഈ കോഴ്സ് പഠിക്കാൻ സംസ്ഥാന സർക്കാർ അവസരമൊരുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ വിവിധ സ്ഥാപനങ്ങളിൽ നമുക്ക് പഠിക്കാം. ഫീസ് കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ പണം മുടക്കി അല്ലാതെ പണം മുടക്കാതെ പഠിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഷോർട്ട് ടേം കോഴ്സുകൾ ധാരാളമുണ്ട്. അബ്രോഡൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്തിട്ട് അവിടെ പോയിട്ട് കുറച്ചുകൂടെ സ്കിൽഡ് ഓർ സെമി സ്കിൽഡ് ആയിട്ടുള്ള ജോലി ചെയ്യാനും അതിനെ പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്താനും കൂടെ നമുക്ക് കഴിയുന്നു. വരുമാനത്തിൽ വർധനവുണ്ട്, അതുപോലെ തന്നെ കൂടുതൽ റിസ്ക് എടുക്കാതെ ജോലി ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള സാധ്യതകളെ കൂടെ നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ മൊബൈൽ ഫോൺ റിപ്പയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖല, ആ ഒരു മേഖലയിലേക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൂടാതെ കുറച്ചുകൂടെ മികച്ച പഠനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാമിനുമൊക്കെ പോളിടെക്നിക്കുകളിലും ITകളിലുമൊക്കെയുള്ള വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് ആ ടെക്നോളജി ഡിവൈസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഡിവൈസാണ് മൊബൈൽ ഫോൺ. വളരെ സെൻസിറ്റീവാണ്, ഫാസ്റ്റ് ചേഞ്ചിങ് ടെക്നോളജിയാണ് ഇവിടെ ഇൻപുട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ടെലിഫോണുകളുടെ ഒരു കാലഗണന എടുത്തു കഴിഞ്ഞാൽ ആദ്യകാലത്ത് നമ്മൾ പേപ്പറുകളിൽ എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കമ്മ്യൂണിക്കേഷൻ പതുക്കെ മറ്റൊരു ഡിവൈസിലേക്ക് മാറി, അല്ലേ? വളരെ വേഗത്തിൽ നമുക്ക് ആശയങ്ങൾ കിട്ടണമെങ്കിൽ അതിന് നമ്മൾ പഴയ ടെലിഗ്രാം എന്ന് പറയുന്ന കമ്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഡിവൈസ് യൂസ് ചെയ്തു. അതും കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ നമ്മുടെ കയ്യിലേക്ക് കത്തുകൾ വന്നു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ നമ്മൾ കത്തുകൾ ഹാൻഡ് ഓവർ ചെയ്തു. അതും കഴിഞ്ഞപ്പോഴത്തേക്കാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമ്മളിലേക്ക് എത്തിയത്. മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഡിവൈസും അല്ലെങ്കിൽ ഈ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ ഈ കമ്പി എന്ന് വിളിക്കുന്ന ടെലിഗ്രാം മുതലാണ് ഒരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ പ്രവേശനം നമ്മുടെ മുമ്പിൽ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലൊരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് ഫോണുകൾ. ഫോണുകൾ തന്നെ ആദ്യം നമുക്ക് വലിയ ഫോണുകൾ, ഒരു വീട്ടിൽ റിങ് ചെയ്യുന്ന ഫോണുകളുണ്ട്, നമ്മൾ കറക്കി വിളിച്ചുകൊണ്ടിരുന്ന ഫോണുകളുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പുഷ് ബട്ടണിലേക്ക് പതുക്കെ സാങ്കേതിക വിദ്യ ഒന്ന് മാറി. പുഷ് ബട്ടണിൽ നിന്ന് വീണ്ടും നമ്മളത് വയർലെസ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഫോണിലേക്ക് പതുക്കെ നമ്മൾ മാറി. ഒരു നിശ്ചിത റേഞ്ചിനുള്ളിൽ നിൽക്കണം എന്ന് മാത്രം. അതും കഴിഞ്ഞാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു ഡിവൈസിലേക്ക് വരുന്നത്. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിൽ നിന്ന്, കൊച്ചു സ്ക്രീനിൽ നിന്ന് പതുക്കെ കുറച്ചുകൂടെ കളർ സ്ക്രീനിലേക്ക് മാറുകയും കളർ സ്ക്രീനിൽ നിന്ന് ചിത്രങ്ങൾ അയക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറുകയും ചിത്രങ്ങൾ അയക്കുന്നതിൽ നിന്ന് വീഡിയോകൾ അയക്കുന്ന രീതിയിലേക്ക് മാറുകയും അതിനപ്പുറത്തേക്ക് പണ്ട് നമുക്ക് കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടറുകൾ അക്കൗണ്ടിങ്ങിന് വേണ്ടി ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തിരുന്നു, മൾട്ടിമീഡിയ ആയിട്ട് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്തിരുന്ന സ്ഥാനത്ത് ഇതെല്ലാം കൂടെ ഈ ഒരു കൊച്ചു ഡിവൈസിലേക്ക് ഒതുക്കപ്പെടുകയും ക്യാമറകൾ പോലും ഒരുപക്ഷെ നമുക്ക് ഒരു പ്രൊഫഷണൽ ക്യാമറയിൽ എടുക്കുന്ന അതേ ക്വാളിറ്റിയോടുകൂടെ ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ ചെറിയ ഒരു ഡിവൈസിൽ വളരെ വിശാലമായ ഒരു ലോകത്തെ, സാങ്കേതിക വിദ്യയുടെ ഒരു ലോകത്തെ ഒതുക്കുന്ന തരത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചേഞ്ചസ് വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്.
വളരെ വർഷങ്ങളെടുത്തിട്ടാണ് നമ്മൾ കത്തുകളിൽ നിന്ന് ഒരു ഫോണിലേക്ക് യാത്ര ചെയ്തത്. നൂറുകണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നു. എന്നാൽ അവിടുന്ന് ഒരു ഫോണിൽ നിന്ന് ഒരു മൊബൈൽ ഫോണിലേക്കുള്ള നമ്മുടെ യാത്രയ്ക്ക് നൂറുകണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നിട്ടില്ല. ഒരു 10-20 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ അത്തരത്തിലൊരു ഡിവൈസ്, അല്ലെങ്കിൽ ഒരു 10-50 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ മൊബൈൽ ഫോൺ എന്നൊരാശയത്തിലേക്ക് മാറി. മൊബൈൽ ഫോൺ എന്ന ആശയത്തിൽ നിന്ന് അത് കളറുള്ള ഫോണിലേക്ക് മാറുന്നതിന് നമുക്ക് കേവലം 5-6 വർഷമേ വേണ്ടി വന്നുള്ളൂ. അവിടെ നിന്ന് ആൻഡ്രോയിഡ് ഫോൺ എന്നൊരു സംവിധാനത്തിലേക്ക് മാറുന്നതിന് പിന്നെ ഏറെക്കാലം വേണ്ടി വന്നില്ല. അതിൽ തന്നെ ക്യാമറ വരുന്നതിനും ക്യാമറയിൽ മികവുറ്റ ചിത്രങ്ങൾ വരുന്നതിനും അത് മൈക്രോ ലെൻസും മാക്രോ ലെൻസും ഒക്കെ ഈ ഒരു കൊച്ചു ഡിവൈസിൽ ഒളിപ്പിക്കുന്നതിനുമൊക്കെ നമുക്ക് സാധിക്കുന്നത് ഇന്ന് പ്രോഗ്രാം അപ്ഡേഷൻ വരുന്നതിൻ്റെ ഒരു ഡ്യൂറേഷൻ നോക്കിയാൽ ഡെയിലി എന്നോളം മണിക്കൂറുകൾക്കകം, ഒരുപക്ഷെ മിനിറ്റുകൾക്കകം അപ്ഡേഷൻസ് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രോഗ്രാമിങ്ങിലൂടെ ഒരു ഡിവൈസിനെ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥ. അപ്പോൾ ആ പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ അതിൻ്റെ ഹാർഡ്വെയറുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, അപ്പോൾ ഇവിടെയൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നതിനപ്പുറം തന്നെ ഡേ ടു ഡേ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം തൊഴിൽ മേഖലയിൽ അഡ്വാൻസ് ചെയ്യാനുള്ള, പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾക്കൊപ്പം സഞ്ചരിക്കാനുള്ള ഒരു മികവും കൂടി നമ്മൾ വളർത്തിയേ പറ്റൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിവൈസിൽ ടച്ച് പാഡ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫോൺ റിപ്പയർ ചെയ്യുന്ന ഒരു ടെക്നീഷ്യനായിട്ട് ഞാൻ ഒതുങ്ങിക്കൂടിയാൽ പിന്നീട് ഈ ആൻഡ്രോയിഡ് ഫോണുകൾ ഇന്ന് ടച്ച് പാഡുകൾ പോവുകയും അതിനപ്പുറത്തേക്ക് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വരികയും ചെയ്യുമ്പോൾ, അല്ലെ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിന്ന് ഫോണിനോട് വാക്കുകളിലൂടെ സംസാരിച്ച് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ലോകം. അപ്പോൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് കാലം മാറുന്നതിനനുസരിച്ച് സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഈ ടെക്നോളജിയുടെ മേഖലയിൽ ഈ സർവീസ് പ്രൊവൈഡേഴ്സും വളരെ വേഗത്തിൽ മാറേണ്ടതായിട്ടുണ്ട്. അതിന് ശ്രമിക്കാതെ പഠിച്ച സ്ഥലത്ത് തന്നെ യാതൊരു അപ്ഡേഷനും ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാർ വളരെ പെട്ടെന്ന് തൊഴിൽ മേഖലയിൽ നിന്ന് റീപ്ലേസ് ചെയ്യപ്പെടും. അവർക്ക് മറ്റൊരു മേഖലയിലേക്ക് പിന്നീട് പോകാൻ കഴിയണമെന്നുമില്ല. അപ്പോൾ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന, വളരെയധികം സാധ്യതകളുള്ള മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട ഈ പുതിയ പഠന മേഖലകളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച സാധ്യതകളുടെ ഒരു ലോകത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് കടന്നു ചെല്ലാൻ കഴിയും.